ഉത്തമ സദ്യ എന്ന് കേട്ടിട്ടുണ്ടോ? ശരിക്കും അതെന്താണ്? ഇനി അങ്ങനെ വല്ലതുമുണ്ടോ? എന്നാൽ ഇവിടെ തിരുവനന്തപുരത്തുകാർ പറയുന്നു അങ്ങനെയൊന്നും ഉണ്ടെന്ന്. അതെ, അത് ഉണ്ണുന്നതിലാണ് കാര്യമെന്നും അവർ പറയുന്നുണ്ട്. എന്താണ് ഉത്തമ സദ്യ എന്ന് ഒന്ന് നോക്കിയാലോ? സംഗതി വളരെ സിമ്പിളാണ്. ഒരു ഉത്തമ സദ്യയിൽ ഏകദേശം 21 മുതൽ 23 വരെ വിഭവങ്ങൾ വരെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടാകാം കേട്ടോ. കൂടാതെ 3 കൂട്ടം പായസവും പിന്നെ തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം ബോളിയും പരിപ്പ് വടയും കാണും. അടുത്തതായി നിർബന്ധമായി വേണ്ടത് കൂട്ടുകറിയാണ്. ഇനി നമ്മൾ ഇലയുടെ ആദ്യം വയ്ക്കുന്ന തൊട്ടുകൂട്ടാനായ ഇഞ്ചിക്കറി. ചിലയിടത്ത് ഇഞ്ചിക്കറി മധുരമാണെങ്കിൽ നമുക്കത് എരിവുള്ളതാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ സദ്യയുടെ കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങളുണ്ട്. ഏത് ജില്ലക്കാരുടെ സദ്യയാണ് മികച്ചതെന്ന് പറയാൻ ഇതുവരെ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. ആറന്മുളക്കാർ സദ്യയുടെ കാര്യത്തിൽ ഇതുവരെ ആരുമായും കമ്പയർ ചെയ്യാൻ പോലും നിന്ന് തന്നിട്ടില്ല. എന്തായാലും തിരുവനന്തപുരത്തെ സദ്യയെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ചെറിയ പരിപ്പ് വട ഇലയിൽ ആദ്യം വെച്ച് തുടങ്ങും. ഈ പരിപ്പ് വടയ്ക്ക് പകരം ചിലപ്പോൾ ഉണ്ണിയപ്പമോ കേസരിയോ ഒക്കെ ആയിരിക്കും വിളമ്പുക. പിന്നീട് പരിപ്പും പപ്പടവും നെയ്യും ചോറിൻ്റെ ഒപ്പം വിളമ്പും. മറ്റിടങ്ങളിൽ നല്ലപോലെ കുറുകിയ പരിപ്പ് കറിയാണെങ്കിൽ ഇവിടെ അല്പം നീട്ടിയ നിലയിലായിരിക്കും. പിന്നീട് സാമ്പാറും പുളിശ്ശേരിയും ഒക്കെ തന്നെ ചോറിൻ്റെ കൂടെ വിളമ്പാറുണ്ട്. അവസാനം 3 കൂട്ടം പായസം ബോളി ഉൾപ്പെടെ കഴിഞ്ഞാൽ മോരും രസവും കുടിച്ച് ഇല മടക്കാം. പിന്നെ ഈ ക്ഷീണം തീർക്കാൻ ഒരു ഉച്ചയുറക്കം അത് മസ്റ്റ് തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് തിരുവനന്തപുരത്തുകാരുടെ പ്രധാന സദ്യ വിഭവങ്ങൾ. അപ്പോൾ എങ്ങനെയാ, ഉത്തമ സദ്യ കഴിക്കാൻ റെഡിയല്ലേ?